ഇന്ത്യയിലെ ഗണിതശാസ്ത്ര പാരമ്പര്യം പറയുമ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പഠിച്ചിരുന്നത് ആര്യഭട, ഭാസ്കരാചാര്യ, ലീലാവതി എന്ന് പറഞ്ഞ പുസ്തകം എല്ലാവർക്കും അറിയാം. ആ, അതുമാതിരി ധാരാളം പേരുണ്ടായിരുന്നു. അതിനും എത്രയോ മുമ്പ് പേരില്ലെങ്കിലും പൂജ്യം നമ്മളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയും അല്ലേ. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൂജ്യം ഇല്ലാതെ ഒരു മാത്സും നടക്കില്ല. പക്ഷെ ആ സമയത്തൊന്നും കേരള സ്കൂൾ എന്ന് പറഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ പഠനങ്ങളിൽ. അപ്പം നമ്മൾ ഈ പറയുന്ന ആര്യഭട, ഭാസ്കര ഇതൊക്കെ കുറേയും കൂടെ മുമ്പുള്ളതാണ്. പൂജ്യം എത്രയോ മുമ്പുള്ളതാണ്. ഇതും കുറേ മുമ്പുള്ളതാണ്. മേ ബി ഒരു 12ാം നൂറ്റാണ്ടിനും പിന്നോട്ട്, 1 മുതൽ 12ാം നൂറ്റാണ്ട്, 4 മുതൽ 12ാം നൂറ്റാണ്ട് വരെയുള്ള സമയങ്ങളിലൊക്കെയാണ്. അപ്പോൾ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന് ഫേമസ് ആയി, ഇപ്പോൾ ശരിക്കും ഫേമസ് ആണത്. നമ്മൾ ഇൻ്റർനെറ്റിൽ നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ അത് ഒരു 200, 250, 300 കൊല്ലങ്ങളാണ് അതുണ്ടായിരുന്നത്. അതൊരു 14ാം നൂറ്റാണ്ടിൻ്റെ പകുതി തൊട്ട് 15, 16 നൂറ്റാണ്ടുകൾ, അപ്പോൾ ഒരു 250 കൊല്ലം വരും ഏതാണ്ട്. റഫ്ലി ഈ സമയത്താണ് നടന്ന മാത്സ്. എവിടെയാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഭാരതപ്പുഴ എന്ന് പലരും പറഞ്ഞു, ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ ആണ്. അപ്പോൾ ചിലതിന് നിള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്നും പറയും. അപ്പോൾ ഈ ഒരു 250 കൊല്ലത്തെ ഇതാണ് നമ്മൾ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട്? അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും സിവിലൈസേഷൻ്റെ ഭാഗമാണ് മാത്സിലും ക്യൂരിയോസിറ്റി വരിക. പിന്നെ മാത്സിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, മാത്സ് കവിത മാതിരിയും സാഹിത്യം മാതിരിയും പഠിക്കാം. സയൻസിനുള്ള ആപ്ലിക്കേഷൻസ് വെച്ച് ആസ്ട്രോണമി അങ്ങനെയൊക്കെ പോയി ഫിസിക്സ്, മെക്കാനിക്സ് അങ്ങനെ രീതിയിലും പഠിക്കാം. മാത്സ് 2 തരത്തിലും പഠിക്കാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ എല്ലാ സിവിലൈസേഷൻസിലും ഈ 2 തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരും ഇതൊക്കെ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാ സിവിലൈസേഷനും ഇത് വരാം. ഉദാഹരണത്തിന് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള പല പ്രധാന കാര്യങ്ങളും യൂക്ലിഡൊക്കെയാണ് നമ്മൾ അറിയുക. ഗ്രീക്ക്, അതൊക്കെ വളരെ പണ്ടുള്ള മാത്തമാറ്റിക്സ് ആണ്, വളരെ പ്രധാനപ്പെട്ട മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ കേരള സ്കൂള് ഓഫ് മാത്തമാറ്റിക്സ് ഇന്ന് മാത്തമാറ്റീഷ്യൻസ് മുഴുവനായിട്ടില്ലെങ്കിൽ പോലും അതിലെ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇത്ര പ്രധാനമായിട്ട് എടുക്കാൻ കാരണം എന്താണ്? മറ്റ് ഹിസ്റ്റോറിക്കൽ ഇതിനേക്കാളും അവരിതിന് സ്ട്രെസ് കൊടുക്കുന്നു. ഒന്ന്, ഇത് കുറേ കാലം ആരും ഇതിനെപ്പറ്റി അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പിന്നെ ഞാനൊക്കെ വായിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് 1940 വരെ ഈ കേരള ഈ 250 കൊല്ലം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പല ഗണിതശാസ്ത്ര സംഭാവനകളും ഒരു 1940 വരെ ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഒരു 40-ലൊക്കെയാണ് ചില ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് ഓഫ് മാത്തമാറ്റീഷ്യൻസ് അതിനെപ്പറ്റി എഴുതി തുടങ്ങിയതും. പിന്നെ അതിന് കൂടുതൽ ആൾക്കാരത് നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങൾ പല പല യൂണിവേഴ്സിറ്റികളിലും ഹിസ്റ്ററി ഓഫ് മാത്സ് അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് സയൻസ് പഠിക്കുന്നവർ PhD ടോപ്പിക്കൊക്കെ അതെടുത്ത് വളരെ ആഴത്തിൽ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് ആ സമയത്ത്, അതായത് കാൽക്കുലസ് എന്നുള്ള വേർഡ് എല്ലാവർക്കും അറിയുന്നതാണല്ലോ അല്ലേ, കാൽക്കുലസ്. അപ്പോൾ കാൽക്കുലസ് ഞാൻ ചിലപ്പോൾ 1-2 ചോദ്യങ്ങളായി ചോദിക്കാം. ഓക്കെ, കാൽക്കുലസ് കണ്ടുപിടിച്ചത് ആരാണെന്നാണ് പറയാറ്? ന്യൂട്ടൺ. ഒരു പേരും കൂടെ ചില ആൾക്കാർ പറയും, അതും കറക്റ്റാണ്, ലൈബ്നിസ്. അപ്പോൾ ന്യൂട്ടൺ ഇംഗ്ലണ്ടിലും ലൈബ്നിസ് ഐ തിങ്ക് ജർമ്മനി, ഏതാണ്ട് ഒരേ സമയം 2 തരത്തിലാണ് ഒരേ രീതിയിലുള്ള കാൽക്കുലസിലേക്ക് എത്തിയത്. 2 വ്യൂ പോയിന്റ്സും വളരെ പ്രധാനമാണ്. അപ്പം ഇത് ഒരു 17th സെഞ്ച്വറി ആണ് ന്യൂട്ടനും ലൈബ്നിസും. അടുത്ത സെഞ്ച്വറിയിലാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വരുന്നത്. അതായത് ന്യൂട്ടൻ്റെയും ലൈബ്നിസിൻ്റെയും ഒക്കെ കാൽക്കുലസ് കഴിഞ്ഞ് ഒരു 100 കൊല്ലം കൂടെ കഴിഞ്ഞിട്ടാണ് ജെയിംസ് വാട്ടും സ്റ്റീം എഞ്ചിനും ലോകം തന്നെ മാറിയത്. അതിലേക്കും ഞാൻ തിരിച്ചു വരാം കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ന്യൂട്ടൺ ലൈബ്നിസ് കാൽക്കുലസ് നോക്കുമ്പോൾ അതൊരു 1600 മിഡ് 17th സെഞ്ച്വറി ആ സമയത്ത് വരുന്നു പറഞ്ഞു. ഈ കേരള സ്കൂൾ നമ്മൾ അവസാനിപ്പിക്കുന്നത് തന്നെ അതിന് 100 കൊല്ലം മുമ്പാണ്, മിഡ് 14th to 15th 16th, മറ്റത് 17th അല്ലേ. അപ്പോൾ അത്രമാത്രം വികസിച്ച കാൽക്കുലസ് ഇവിടെ ഉണ്ടായി എന്ന് പറയുന്നത് ശരിയല്ല, അങ്ങനെ ആരും പറയാറുമില്ല. പക്ഷേ അത്രയും ഡെവലപ്ഡായ കാൽക്കുലസ് നോഷൻസ് ഇല്ലാതെ നമുക്ക് വെറും ഭാവനയിലൂടെ എത്താൻ പറ്റാത്ത ചില കാര്യങ്ങൾ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിൽ ഉണ്ടായിരുന്നു. ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അതായത് വളരെ വളരെ എന്താ പറയുക, പഠിക്കേണ്ട രീതി പഠിച്ച കാൽക്കുലസ് ബേസിക്കായി വികസിച്ചു വന്ന് അങ്ങനെയാണ് ന്യൂട്ടനും ലൈബ്നിസും ചെയ്തത്. അങ്ങനെ അവർ കണ്ടുപിടിച്ച പല കാര്യങ്ങളുണ്ട്, അതിൽ പലതും ഇവിടെ ഉണ്ടായിരുന്നില്ല.
അതെന്തായാലും 100 കൊല്ലം കഴിഞ്ഞിട്ടാണ്. മാത്രമല്ല അവർ വളരെ സിസ്റ്റമാറ്റിക് ആയാണ് അവിടെ എത്തിയത്. അപ്പോൾ അങ്ങനെ എത്തിയ കാര്യങ്ങളിൽ ചില വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ ഭംഗിയുള്ള, വളരെ ആപ്ലിക്കേഷൻസ് ഉള്ള ചില കാര്യങ്ങൾ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലോകത്തിലെ തന്നെ പല ഭാഗങ്ങളിലും ഇതിലേക്ക് അത്രയധികം അവരെ അതും കുറേ കാലമായി അറിയാതിരുന്നൊരു സാധനം അല്ലേ. നമ്മൾ പല സെഞ്ചുറീസ് മുമ്പിലുള്ള ഒരു കാര്യം 1940 തന്നെ ചില ആൾക്കാർ കണ്ടെങ്കിലും കഴിഞ്ഞ ഒരു 20-25 കൊല്ലമായിട്ടാണ് ഇതൊരു വലിയ സംഭവമായി മാറിയത്. അപ്പോൾ ഇതും ഒരു കാരണമാണ്. കുറേ കാലമായി അറിയാത്തൊരു കാര്യം നമ്മൾ അറിയുന്നു എന്ന് മാത്രമല്ല, ഇത്രയും വികസിത രൂപത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിലും ആൾക്കാർക്ക് ഒരു ജിജ്ഞാസ ഉണ്ട്. കൂടുതൽ ടെക്നിക്കലായിട്ട് വേണമെങ്കിൽ പറയാം, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല, ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെ കോളേജിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിലേക്ക് വേണേൽ തിരിച്ചു വരാം. ബേസിക് പോയിന്റ്സ് എന്ന് ആദ്യം പറഞ്ഞു വെച്ചിട്ട്. അപ്പോൾ ഈ കാര്യം കൊണ്ടാണ് ഇതിൽ വളരെയധികം ആൾക്കാർ ഇൻട്രസ്റ്റ് എടുത്തത്. പിന്നെ മറ്റ് രാജ്യങ്ങളിലുമായിട്ടുള്ള, അതായത് മെയിൻലി ഗ്രീക്ക് മാത്തമാറ്റിക്സ്, ലെറ്റ്സ് ബ്രോഡ്ലി സേ യൂറോപ്യൻ മാത്തമാറ്റിക്സ്, അതുമായിട്ടുള്ള ഈ സ്കൂളിനുണ്ടായുള്ള ചില വ്യത്യാസങ്ങളും ഇപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്ന ആൾക്കാർ സ്ട്രെസ് ചെയ്യാറുണ്ട്. അപ്പോൾ മാത്സിൽ നമ്മൾ എന്താ ചെയ്യാറ്? ഒരു പരിധി കഴിഞ്ഞാൽ ഓക്കെ, സ്കൂളിലൊക്കെ നമ്മൾ കുറേ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യും. ചില ഇങ്ങനെ എത്ര ബോളുണ്ട്, എത്ര കളറുണ്ട്, അങ്ങനെ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഹയർ മാത്തമാറ്റിക്സിൽ നമ്മൾ പുതിയ കോൺസെപ്റ്റ്സ് കൊണ്ടുവരുന്നു, പിന്നെ തിയറംസ് പ്രൂവ് ചെയ്യുന്നു. ഇതൊക്കെയാണ് മാത്സിൽ പൊതുവെ നടക്കാറ്. അപ്പം അതിന് പല പല മെത്തേഡ്സ് ഉണ്ടാവാം. ഉദാഹരണത്തിന് നമ്മൾ ഗ്രീക്ക് മാത്തമാറ്റിക്സ് എടുക്കുകയാണെങ്കിൽ 1-2 വളരെ ഫേമസ് ടൂൾസ് നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഒരു കാര്യം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് ശരിയാണെന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കണം, പ്രൂവ് ചെയ്യണം. അതിനുള്ള ഒരു വഴി, അത് ശരിയല്ല എന്ന് വിചാരിക്കുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, എന്നിട്ട് ഒരു കോൺട്രഡിക്ഷൻ കിട്ടുക. അപ്പോൾ ആ കോൺട്രഡിക്ഷൻ കിട്ടിയത് എന്തുകൊണ്ടാണ്? ശരിയാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന സാധനം ശരിയല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അതിന്ന് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഡിഡക്റ്റ് ചെയ്ത് എവിടെയെങ്കിലും എത്തി. അതുകൊണ്ട് ആദ്യത്തെ ഇത് ശരിയാവണം. അത് വളരെ നമ്മൾ ഒരു നിമിഷം ആലോചിക്കുകയാണെങ്കിൽ വളരെ 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 ഭംഗിയുള്ള ഒരു സ്ട്രാറ്റജിയാണത്. ഒരു കാര്യം നമ്മൾ ശരിയാണെന്ന് തെളിയിക്കണമെങ്കിൽ. ഇത് യൂക്ലിഡിൻ്റെ കാലത്ത് തന്നെ ഗ്രീക്ക് മാത്തമാറ്റിക്സിൽ ഈ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് നമ്മൾ സ്കൂളിൽ തന്നെ ചെയ്തിട്ടുണ്ടാവും പ്രൈം നമ്പേഴ്സ്. ദർ ആർ ഇൻഫൈനൈറ്റ്ലി മെനി ഓഫ് ദം. പ്രൈം നമ്പേഴ്സ് ഇൻഫൈനൈറ്റ്ലി, അതിൻ്റെ യൂക്ലിഡിൻ്റെ പ്രൂഫ് തന്നെ അത് സപ്പോസ് ഓൺലി ഫൈനൈറ്റ്ലി മെനി പ്രൈം നമ്പേഴ്സ് ആർ ദേർ ആൻഡ് ദെൻ ഹി ഡിറൈവ്സ് എ കോൺട്രഡിക്ഷൻ. അങ്ങനെയാണ് അത് പ്രൂവ് ചെയ്തത്. അപ്പോൾ പക്ഷെ ഇങ്ങനത്തെ മെത്തേഡ്സ് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിൽ കാണാൻ പറ്റില്ല. അതായത് വളരെ സ്കോളർലി, ലോജിക്കൽ, ആ രീതിയിലുള്ള, അതായത് വെറും എന്താ പറയുക, തലച്ചോറ് മാത്രം ഉപയോഗിച്ചുള്ള, അല്ലെങ്കിൽ കുറച്ച് ആക്സിയംസ് ഉണ്ട് എന്നിട്ട് ആക്സിയമാറ്റിക്കലി ഡിഡക്റ്റ് ചെയ്യുക, അതൊക്കെയാണ് മോഡേൺ മാത്തമാറ്റിക്സിൽ വളരെ വളരെ സീരിയസ് ആയി എടുക്കാറ്. ഇങ്ങനത്തതൊന്നും കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിൽ പല കാര്യങ്ങളും അവർക്ക് കിട്ടിയപ്പോഴും അതിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനത്തെ റീസണിങ് അല്ല. എന്താണ് ഉള്ളത്? ഒന്ന് റിക്കേഴ്സീവ് റീസണിങ്. അതായത് അതും വളരെ എളുപ്പമാണ്. നമ്മൾ ഒരു ഉള്ളി എടുത്തിട്ട് നമുക്ക് ഉള്ളിയുടെ ആദ്യത്തെ തോല് കളയാൻ പറ്റും, നമുക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ അതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് രണ്ടാമത്തെ തോലും കളയാൻ പറ്റും. തോല് കളയല്ല, അതിൻ്റെ ഉള്ളിലേക്ക് എത്തുക, കാമ്പിലേക്ക് എത്തുക. അതാണ് റിക്കേഴ്സീവ് റീസണിങ്. അപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, ഇപ്പോൾ മൂന്ന് ലെറ്റേഴ്സ് നിങ്ങളൊന്ന് ABC, എത്ര തരത്തിൽ അത് അറേഞ്ച് ചെയ്യാൻ പറ്റും? ABC 1, ACB 1, പിന്നെ BAC, BCA, CAB, CBA, 6 എണ്ണം അല്ലേ? ഈ 6 എന്താണ്? 3 × 2 × 1 ആണ്. അതിനാണ് നമ്മൾ 3 ഫാക്ടോറിയൽ എന്ന് പറയുക. അപ്പോൾ n ഫാക്ടോറിയൽ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ അത് റിക്കേഴ്സീവ് ആണ്. n × n-1 ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം n-1. അപ്പോൾ ഉള്ളിലേക്ക് പോയി ഉള്ളിയുടെ തോല് കളയുന്ന മാതിരിയാണ് നമ്മളത് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് ഒരു തരം പ്രൂഫ് ടെക്നിക്ക്, റിക്കേഴ്സീവായിട്ട് ചെയ്യുക. അതായത് നമ്മൾ ഏറ്റവും മേലെയുള്ളത് ഒന്ന് മാറ്റി അതിനടിയിലേക്കുള്ളത് അതേ രീതിയിൽ തന്നെ മാറ്റി അതിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നു. ഇതും വളരെ മനോഹരമാണ്. പക്ഷെ ഇത് വെറും എന്താ പറയുക, നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി വെറും ഒരു ബൗദ്ധിക തലത്തിലുള്ളതെന്ന് പറയാൻ പറ്റില്ല. ഇതിലൊരു എന്താ പറയുക, ഒരു ഫിസിക്കൽ ഇതുണ്ട് അല്ലേ? ഞാൻ തന്നെ പറഞ്ഞു ഉള്ളിന്ന്. അപ്പോൾ
നമ്മളത് അങ്ങനെ എന്താ പറയാ, നമ്മളൊരു കാര്യം തൊട്ടുകൊണ്ട് ചെയ്യാണ്, വെറും ബുദ്ധി ഉപയോഗിച്ചിട്ടല്ല. ലോജിക്കൽ റീസണിങ് ആണെങ്കിൽ പോലും നമ്മൾക്ക് കുറച്ചും കൂടെ അതിലൊരു കൺട്രോൾ ഉണ്ട്. അപ്പം ഇതാണ് റിക്കേഷൻ. ഇങ്ങനെ റിക്കേഷനാണ് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിൻ്റെ ഒരു മുഖമുദ്ര. വേറൊന്ന് മാത്സിൽ അവർ പറയും ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളൊരു കുറേ ഡാറ്റ അല്ലെങ്കിൽ കുറേ പിക്ചേഴ്സ് കാണുന്നു, അതിൽ നമ്മളൊരു പാറ്റേൺ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു. ഒരു പാറ്റേൺ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ പാറ്റേൺ എങ്ങനെ കൂടുതൽ പോവാം, അതിൽ നിന്ന് നമുക്കൊരു തിയറം കിട്ടുമോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുമോ എന്നുള്ള രീതിയിൽ ഇൻഡക്ഷൻ. ഏറ്റവും ആൾക്കാർ, അതായത് ഈ സമയത്ത് മറ്റ് രാജ്യങ്ങളിലെ മാത്സിൽ ഉണ്ടാവാതെ കേരള സ്കൂളിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുന്ന റിക്കേഷനും ഇൻഡക്ഷനും ഒക്കെ മറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ന്യൂട്ടന് മുമ്പ് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിൽ മാത്രം ഉണ്ടായിരുന്ന, ആ സമയത്ത് വേറെ എവിടെയും ഉണ്ടാവാതിരുന്ന, അതായത് നമ്മൾ പലരും ന്യൂട്ടൺ ലൈബ്നിസ് തൊട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം, ഒരു എന്താ പറയുക, ഒരു ഇൻഫിനിറ്റി എന്നുള്ള കോൺസെപ്റ്റ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു, പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യങ്ങൾ നമ്മൾ കുറച്ച് ചെയ്യുക, ഫൈനൈറ്റ് തന്നെ കുറച്ച് ചെയ്യുക, കുറച്ചുകൂടെ ചെയ്യുക, എന്നിട്ട് ലെറ്റ്സ് ടേക്ക് ദ ലിമിറ്റ്, പാസേജ് ടു ലിമിറ്റ്, എന്നിട്ട് ഇൻഫിനിറ്റിയിലേക്ക് എത്തിയിട്ട് ഈ ഒരു കോൺസെപ്റ്റും ചെറുതായിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് വളരെ ഫേമസ് ആയ ഒരു സ്റ്റോറി ഉണ്ട്, ക്രിസ്തുവിന് മുമ്പ് തന്നെയുള്ള. എനിക്ക് ഇവിടുന്ന് ആ റൂമിൻ്റെ അറ്റം വരെ പോകണം. ഉറുമ്പിനെ പറ്റിയാണ് പറയുക, പക്ഷെ ഞാൻ പോവാന്ന് വിചാരിക്കാം. എനിക്ക് ആ അറ്റം വരെ പോകാൻ പറ്റുമോ ഇല്ലയോ? നിങ്ങളെന്താ പറയുന്നത്? ഞാൻ ഇവിടുന്ന് എണീറ്റ് നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് ആ ചുമര് തൊടാൻ പറ്റുമോ? പറ്റും, ഞാൻ പോയി തൊട്ട് കാട്ടിത്തരാം. പക്ഷെ നമുക്കിതിനെ മാത്തമാറ്റിക്കലായി ചിന്തിക്കാം. നിങ്ങൾ നോക്കൂ ഇതിൻ്റെ ലോജിക്ക് എന്താണ്. എനിക്ക് ഇവിടുന്ന് ആ ചുമര് തൊടണമെങ്കിൽ ഓൾ ഓഫ് യു എഗ്രി ഇതിൻ്റെ പകുതിയിൽ എനിക്ക് ആദ്യം എത്തണം, ഇല്ലാതെ അവിടെ എത്താൻ പറ്റില്ലല്ലോ. സമ്മതിച്ചല്ലോ? ആർക്കും ഇതിൽ വിരോധമില്ലല്ലോ. പകുതി അവിടെ എത്തണമെങ്കിൽ അതിൻ്റെ പകുതി ആദ്യം എത്തണം, ഇല്ലാതെ അവിടെ എത്താൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ എത്താൻ പറ്റില്ല. അതിൻ്റെ പകുതി എത്തണം, അതിൻ്റെ പകുതി എത്തണം. അപ്പം ഞാൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? ഇതിൻ്റെയൊക്കെ പകുതി എത്തിക്കഴിഞ്ഞിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്നതും ഈ പാസേജ് ടു ലിമിറ്റ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെയാണ്. ഈ നേർപകുതി കാൽക്കുലേറ്റ് ചെയ്ത് ആ ഇൻഫിനിറ്റ് സം ചെയ്ത് കഴിഞ്ഞാലും ടോട്ടൽ ആ ഡിസ്റ്റൻസ് കിട്ടും. പക്ഷെ ഒരു ഇൻഫിനിറ്റ് സമ്മാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫിനിറ്റ് നോഷൻസ് ഉണ്ട്. ഇത് ക്രിസ്തുവിന് മുമ്പുള്ള കഥയാണ്, വളരെ പണ്ടുള്ള. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഈ പാസേജ് ടു ലിമിറ്റ് ഉള്ള ഇതാണ് പാസേജ് ടു ലിമിറ്റ്. ഒരു തമാശ പറയുകയാണ്, ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് കാൽക്കുലസ് വഴി മാത്രം കിട്ടാവുന്ന പല സീരീസ് എക്സ്പാൻഷൻസും പല ആപ്ലിക്കേഷൻസിനുള്ള പല കാര്യങ്ങളും ഇവിടെ എഴുതിയെന്ന് മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും എവിടെയും കാര്യങ്ങൾ കിട്ടാം. അതിൻ്റെയൊക്കെ ഫുൾ പ്രൂഫും കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിൽ ഉണ്ടായിരുന്നു. പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റിഗർ വെച്ചുള്ളതല്ല, പക്ഷെ ഇപ്പോഴത്തെ മാത്തമാറ്റീഷ്യൻസ് നോക്കുമ്പോൾ ദിസ് ഇസ് ഓൾസോ വാലിഡ് എന്ന് അവർ പറയും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇത്രയും എന്താ പറയുക വളരെ ഫേമസ് ആയി മാറിയത്. കുറച്ച് സമയം കൂടെ എടുക്കാം, 2-3 മിനിറ്റ് കൂടെ. ഒരു പോയിന്റും കൂടെ പറയാം, കാരണം അവിടെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത. ഗണേഷ് മാഷൊക്കെ കൂടുതൽ അതിനെപ്പറ്റി പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പോയിന്റും കൂടെ പറഞ്ഞിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇവിടുത്തതും പണ്ട് ഉള്ള പല സംസ്കാരങ്ങളിലെ മാത്തമാറ്റിക്സും നോക്കുമ്പോൾ വെറും ബൗദ്ധിക തലത്തിലുള്ള പ്രൂഫ് ടെക്നിക്സ് അല്ല ഇവിടെ ഉപയോഗിച്ചിരുന്നത്. ഇവിടുത്തെ ഞാൻ പറഞ്ഞു റിക്കേഷൻ, ഇൻഡക്ഷൻ, പാസേജ് ടു ലിമിറ്റ് ഓഫ് കോഴ്സ്, ഇതൊക്കെ കുറച്ചും കൂടെ എന്താ പറയുക, നമ്മൾ കൈകൊണ്ട് തൊടാവുന്ന, അതായത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അതുമാതിരി ഈ ഇൻഫിനിറ്റ് സീരീസ് വരുമ്പോൾ ഇൻഫിനിറ്റ് സീരീസിൻ്റെ ഫൈനൽ ആൻസർ മാത്രമല്ല, ഈ സീരീസ് വെച്ചാൽ നമുക്ക് കൂടുതലായി ഫാസ്റ്റായി അത് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. മറ്റേത് ഉപയോഗിച്ച് എന്തെങ്കിലും, അതായത് ന്യൂമറിക്കൽ അനാലിസിസ് എന്നൊക്കെ ഇപ്പോൾ പറയില്ലേ, നമുക്ക് എത്ര പെട്ടെന്നൊരു കാര്യം കമ്പ്യൂട്ട് ചെയ്യാം. അങ്ങനത്തെ വളരെ പ്രാക്ടിക്കലായുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇവിടുത്തെ മാത്തമാറ്റീഷ്യൻസ് ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ മാത്സ് പൊതുവേ പറയും പ്യുവർ മാത്തമാറ്റിക്സ് ആൻഡ് അപ്ലൈഡ് മാത്തമാറ്റിക്സ്, 2 വിഭാഗമായി പറയും. ശുദ്ധഗണിതം അപ്ലൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രയോഗത്തിൽ വരുത്താതെ പ്രായോഗിക ഗണിതം എന്ന് പറയാം. അപ്പോൾ ഈ 2 രീതിയിൽ നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇവിടെ ഉണ്ടായിരുന്ന മാത്സ് പ്യുവർ നേച്ചർ ആയിരുന്നു, അപ്ലൈഡ് നേച്ചർ ആയിരുന്നു? അതായത് നമുക്ക് ഇവരുടെ പ്രൂഫ് ടെക്നിക്സ് പ്യുവർ മാത്സ് പറയുമ്പോഴും അതൊക്കെ നമ്മൾക്കിങ്ങനെ കൂടുതൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് വരുന്ന രീതിയിലാണ് ഇതൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇവിടെയാണ് ഒരു കോൺട്രഡിക്ഷൻ വരുന്നത്.
അതാണ് പലർക്കും ആർക്കും അതിനെപ്പറ്റി ഒരു ഉത്തരമല്ല ഇപ്പോഴും. പക്ഷെ അതൊരു ഹിസ്റ്റോറിക്കൽ ഇതാണ്, ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ ഈ രീതിയിൽ മാത്സിൻ്റെ തന്നെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ മറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന വെറും ബൗദ്ധിക തലത്തിലുള്ള ഇത് മാത്രമല്ല, കൂടുതലൊരു എന്താ പറയുക, അതുമാതിരി ചെയ്തതൊക്കെ ആസ്ട്രോണമി ആപ്ലിക്കേഷൻസ് വെച്ചിട്ടാണ്. ആസ്ട്രോണമിയാണ് കേരള സ്കൂൾ ഓഫ് മാത്സിനെ ലീഡ് ചെയ്തത്. അപ്പോൾ അപ്ലൈഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വളരെ ഭംഗിയുള്ള മാത്സാണ് ഇവിടെ വന്നത്. അപ്പോൾ അപ്പം ബ്രോഡ്ലി നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടെ കൂടുതൽ എന്താ പറയുക, ഒരു അപ്ലൈഡ് മാത്സ് ഓറിയൻറ്റേഷനാണ് പ്യുവർ മാത്സിനുള്ളിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നതെന്ന് പറയാം. ഇനി ഞാൻ മറ്റതും കൂടെ കണക്ട് ചെയ്തിട്ട് ഞാൻ നിർത്താം. അവിടെ ഒരു 1600 മിഡ് 17th സെഞ്ച്വറിയാണ് കാൽക്കുലസ് അവിടെ വരുന്നത്, ന്യൂട്ടൺ, ലൈബ്നിസ് ഒക്കെ 17th സെഞ്ച്വറി. അത് കഴിഞ്ഞ് ഇതുകൊണ്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടായി എന്ന് പറയുന്നത് ശരിയല്ല, അതിന് പല കാരണങ്ങളുണ്ടാവും. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, അത് ഇത് പലതും ഉണ്ടാവും. പക്ഷേ ആ മെക്കാനിക്കൽ പാർട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റീം എൻജിൻ, മറ്റ് പല എൻജിൻസ്, അതായത് ആപ്ലിക്കേഷൻസ് ആണ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഇതിനൊക്കെ വേണ്ട മാത്സ് 100 കൊല്ലം മുമ്പ് കാൽക്കുലസ് വഴി ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഫിസിക്സ്, അതുവഴി മെക്കാനിക്സ്, അതുവഴി റിയൽ മെഷീൻസ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ലോകം തന്നെ മാറിയതിൻ്റെ അടിസ്ഥാന ഗണിത സൗകര്യങ്ങൾ അതിനു മുമ്പ് തന്നെ വന്നു കഴിഞ്ഞു. അതിൻ്റെ ഗുണം അവർക്ക് കിട്ടി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായി നമുക്ക് ചോദിക്കാവുന്നൊരു ചോദ്യം, ഇവിടെ അതിന് 250 കൊല്ലം മുമ്പ് ഏതാണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടന്നു, പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷനോ ഒന്നും ഉണ്ടായില്ല. ഇവിടെ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലും ഉണ്ടായില്ല. ഇതിന് കാരണം എന്താണെന്നുള്ളത് ഇപ്പോഴും ഒരു വളരെ റിഗറസ് ആയുള്ള ഉത്തരം ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യനാണ്. ഒരു കാര്യം പറയുന്നത് ഇവിടെ, അപ്പം ഞാൻ പേരുകൾ പറയാമെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പേര് ഫൗണ്ടർ ഓഫ് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ്, നിങ്ങൾ ആരെയും പറയുന്നു? മാധവ സംഗമഗ്രാമ മാധവൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട 2 വേറെ പേര് 16th സെഞ്ച്വറി ആകുമ്പോൾ, ഒന്ന് നീലകണ്ഠ സോമയാജി, മറ്റത് ഏറ്റവും പ്രധാനപ്പെട്ട പേര് ജ്യേഷ്ഠദേവൻ. അപ്പോൾ മാധവൻ്റെ പുസ്തകങ്ങളൊന്നും ലഭ്യമല്ല. അപ്പോൾ മാധവനാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള, ബാക്കിയുള്ളവർ അദ്ദേഹത്തെ റെഫർ ചെയ്യുന്നത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് ആണ് ഞങ്ങൾ എന്നൊക്കെ പറയുന്നത് കൊണ്ടും ഒക്കെയാണ് നമ്മൾ മാധവനിൽ ഇതൊക്കെ ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും അവസാനം വന്ന ഏറ്റവും പ്രശസ്തമായ പുസ്തകമാണ് ജ്യേഷ്ഠദേവൻ്റെ യുക്തിഭാഷ. ഇതൊഴിച്ച് ബാക്കി കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിലെ എല്ലാ പുസ്തകങ്ങളും എഴുതിയത് ഏത് ലാംഗ്വേജിലാണ്? സംസ്കൃതത്തിലാണ്. യുക്തിഭാഷ മാത്രമാണ് ഈ ഫേമസ് പുസ്തകങ്ങളിൽ മലയാളത്തിൽ എഴുതപ്പെട്ട പുസ്തകം. അപ്പോൾ ഒരു ഉത്തരം നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് പറയാൻ പറ്റുന്നത്, ഇത് ഇവരെന്തൊക്കെയോ സംസ്കൃതത്തിൽ എഴുതി, ഇതും സാധാരണ ആൾക്കാരായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല, അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നവർ. പക്ഷേ അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് അവിടെ ചോദിക്കാം, ഏത് ഭാഷയിലാണ് ന്യൂട്ടനും ലൈബ്നിസും ഒക്കെ എഴുതിയത്? അവരൊക്കെ എഴുതിയത് സംസ്കൃതത്തിൻ്റെ പാരലിലാണ്, ലാറ്റിനിലാണ്. അവരെഴുതി ഇംഗ്ലീഷിലോ ഫ്രഞ്ചിലോ അല്ല. പക്ഷെ എന്നിട്ടും അവിടെ അതൊക്കെ സംഭവിച്ചു. അപ്പോൾ ഒരു കാര്യം ആൾക്കാർ പറയുന്നത്, ലാറ്റിനിലൊക്കെ എഴുതിയാലും അവിടെ അതിനുവേണ്ട ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇതുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ റോയൽ സൊസൈറ്റി ആ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സൊസൈറ്റികൾ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ബ്രോഡ് കൾച്ചർ ഉണ്ടാവുമ്പോൾ, നിങ്ങൾ നിങ്ങളുടേതിൽ ഫോക്കസ് ചെയ്താലും നിങ്ങൾ ബാക്കിയുള്ളവർ, ഇപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്തിരിക്കുമ്പോൾ ഞാൻ ലോഹങ്ങളെ പറ്റി കേൾക്കുന്നു, അദ്ദേഹം മാത്സിനെ പറ്റി കേൾക്കുന്നു. നേരെ മറിച്ച് ഞാൻ മാത്സ് മാത്രം ചെയ്ത് നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ആ ഒരു ഇൻറ്ററാക്ഷൻ വരില്ല. അപ്പോൾ വേറൊരു കാര്യം ആൾക്കാർ പറയുന്നത്, അവിടെ ഇവർ ലാറ്റിനിലൊക്കെ എഴുതിയാൽ പോലും കൂടുതൽ ഇൻറ്ററാക്ഷൻ ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു എന്താ പറയുക, സൊസൈറ്റിയിലൊരു കൾച്ചർ ഓഫ് എക്സ്പെരിമെൻറ്റേഷൻ, അങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ പല കാര്യങ്ങൾ കൊണ്ടും ഒരു കറക്റ്റ് സമയത്താണ് അവിടെ അതൊക്കെ വന്നത്. ഇവിടെ പെർഹാപ്സ് അതുണ്ടായിരുന്നില്ല. പക്ഷെ അവസാനം എന്തായാലും നമുക്ക് അങ്ങനത്തെ മെഷീൻസോ അങ്ങനത്തെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് താരതമ്യപ്പെടുത്താവുന്ന ഒന്നും ഇവിടെ ഉണ്ടായി നമ്മൾ അറിയുന്നില്ല. അപ്പം അങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്.